സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ നിൽക്കെ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമോ എന്നുള്ള കാര്യമായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. അതിന് ഉത്തരമായിരിക്കുകയാണ്. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഉണ്ടാവില്ല. വൈദ്യുതി ഉപയോഗം വൻതോതിൽ കൂടിയെങ്കിലും ലോഡ് ഷെഡിംഗ് വേണ്ട എന്ന് KSEBയുടെ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നു. വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് അത് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടായത്. ലോഡ് ഷെഡിംഗ് അല്ലാതെ മറ്റു വഴികൾ നിർദ്ദേശിക്കാൻ KSEBയോട് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ആശ്വാസകരമായ തീരുമാനം. സംസ്ഥാനത്ത് തൽക്കാലം വൈദ്യുതി നിയന്ത്രണമില്ല. VA ഗിരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗിരീഷ്, ഒരു നിയന്ത്രണം എന്നുള്ളതിലേക്ക് സർക്കാർ പോകുന്നില്ല. വിശദാംശങ്ങൾ എന്താണ് ഉന്നതതല യോഗത്തിലെ? സംസ്ഥാനത്ത് തൽക്കാലം വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട എന്നുള്ളതാണ് ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം വേണം, അത് ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഏർപ്പെടുത്തണമെന്ന KSEBയുടെ നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ ഊർജ്ജ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. നിലവിലുള്ള സാഹചര്യത്തിൽ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ നിയന്ത്രണം വേണം എന്നുള്ളതായിരുന്നു KSEBയുടെ നിലപാട്. മാത്രമല്ല, അമിതമായ വൈദ്യുതി ഉപയോഗം പീക്ക് സമയത്ത് പ്രസരണ വിതരണ ശൃംഖലകളെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നും KSEB വാദിച്ചു. ഈ ഒരു സാഹചര്യത്തിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് KSEB ചെയ്തത്. എന്നാൽ ഇപ്പോൾ ചൂട് കൂടിയിരിക്കുന്ന ഒരവസ്ഥ, രാത്രികാലങ്ങളിൽ പോലും ഉറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഒരു കാരണവശാലും നിയന്ത്രണം ഏർപ്പെടുത്താൻ സർക്കാരിന് താല്പര്യമില്ല എന്ന വൈദ്യുതി മന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച ശേഷമാണ് ഇത്തരമൊരു നിലപാടിലേക്ക് വൈദ്യുതി മന്ത്രി എത്തിയത്. തുടർന്നാണ് മറ്റു മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ ഇപ്പോൾ KSEBയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ അല്ലാതെ വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ മറ്റു മാർഗങ്ങൾ KSEB സർക്കാരിനെ അറിയിക്കണം. വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം അവസാനിക്കുകയും ചെയ്തു. ഗിരീഷ്, KSEBയുടെ കയ്യിൽ ഒരു പ്ലാൻ ബി ഉണ്ടോ? ഒന്നത്. മറ്റൊന്ന്, ഈ ഉപഭോഗം വലിയ രീതിയിൽ കൂടി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അത് രൂപപ്പെടുത്തുന്ന ഒരു വെല്ലുവിളിയുമുണ്ട്. അതിനെ എങ്ങനെ മറികടക്കാനാണ് സർക്കാർ ആലോചിക്കുക ഇനി, ഗിരീഷ്? ഇത് സംബന്ധിച്ച വ്യക്തമായൊരു നിർദ്ദേശം നൽകേണ്ടത്, ശുപാർശകൾ നൽകേണ്ടത് KSEB ആണ്. പക്ഷേ KSEBയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെയേറെ പ്രതിസന്ധി ഇപ്പോൾ KSEB അനുഭവിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സംസ്ഥാനത്തെ ഡാമുകളിൽ ആവശ്യത്തിന് വെള്ളമില്ല എന്നുള്ളതാണ്. ഇന്നലെ തന്നെ 19 ദശലക്ഷം യൂണിറ്റിൽ താഴെ വൈദ്യുതി മാത്രമാണ് ജലവൈദ്യുത പദ്ധതികളിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചത്. ബാക്കി 90 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയും പുറത്തുനിന്ന് എത്തുകയാണ് ചെയ്തത്. ഈ ഒരു സാഹചര്യം KSEBയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വകാര്യ താപവൈദ്യുത നിലയങ്ങളിൽ നിന്നും ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങിയാണ് ഇപ്പോൾ KSEB വിതരണം ചെയ്യുന്നത്. ഇത് വലിയൊരു സാമ്പത്തിക ബാധ്യത KSEBക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നു. പക്ഷേ ഇതല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നുള്ളതാണ് സർക്കാർ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്ന് എത്ര വില നൽകിയായാലും വൈദ്യുതി എത്തിക്കുക എന്നുള്ളതാണ് KSEB നൽകിയിരിക്കുന്ന നിർദ്ദേശം. പക്ഷേ അപ്പോഴും ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത് പ്രസരണ വിതരണ ശൃംഖലകളിൽ ഉണ്ടാകുന്ന തകരാറുകളാണ്. ജനങ്ങൾ വൈദ്യുതി ഉപയോഗം കുറച്ചില്ലെങ്കിൽ ഒരു പ്രദേശമാകെ ഇരുട്ടിലാവുകയും ലൈനുകൾ ഡ്രിപ്പാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി KSEBക്ക് സൃഷ്ടിക്കുന്നുണ്ട്. കാരണം പ്രദേശവാസികളും അതോടൊപ്പം തന്നെ KSEB ഉദ്യോഗസ്ഥരും തമ്മിലുള്ള സംഘർഷത്തിലേക്കൊക്കെ ഇത് കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് KSEB ഇത്തരത്തിലൊരു നിർദ്ദേശം, നിയന്ത്രണം വേണമെന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. പക്ഷേ അപ്പോഴും സർക്കാരിന്റെ ഒരു നിലപാട്, ജനങ്ങൾ ഈ ചൂടിൽ ബുദ്ധിമുട്ടുന്ന ഒരു സമയത്ത് നിയന്ത്രണങ്ങൾ നടപ്പാക്കാനാകില്ല എന്നുള്ളത് തന്നെയാണ്. ബദൽ നിർദ്ദേശങ്ങൾ KSEB അടുത്ത യോഗത്തിന് ശേഷം സമർപ്പിക്കും. ശരി, VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.